ഹായ്, റസി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രീലിംസ് അവയുടെ ചോദ്യോത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBI 26ാമത് ഗവർണറായി നിയമിതനായത് ആര്? എ. സഞ്ജയ് മൽഹോത്ര, ബി. ശക്തികാന്ത ദാസ്, സി. കെ. സഞ്ജയ് മൂർത്തി, ഡി. സഞ്ജീവ് ഖന്ന. ഉത്തരം എ. സഞ്ജയ് മൽഹോത്ര. 2018 ഡിസംബറിൽ RBI ഗവർണറായ ശക്തികാന്ത ദാസ് വിരമിച്ച ഒഴിവിലാണ് നിയമനം. കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായിരുന്ന സഞ്ജയ് മൽഹോത്ര 1990 ബാച്ച് രാജസ്ഥാൻ കേഡർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പ്രകാരം നിലവിൽ വന്ന RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖാണ്. ഇന്ത്യയുടെ 15ാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത് K. സഞ്ജയ് മൂർത്തിയാണ്. സുപ്രീം കോടതിയുടെ 51ാം ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് സഞ്ജീവ് ഖന്നയാണ്. സഞ്ജയ് കുമാർ മിശ്രയാണ് GST ട്രൈബ്യൂണൽ ചെയർമാനായി നിയമിതനായത്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോ. K.S. മണിലാൽ അന്തരിച്ചത് എന്ന്? എ. 2025 ജനുവരി 1, ബി. 2025 ജനുവരി 2, സി. 2024 ഡിസംബർ 30, ഡി. 2024 ഡിസംബർ 31. ഉത്തരം എ. 2025 ജനുവരി 1. കേരളത്തിൻ്റെ സസ്യസമ്പത്തിനെക്കുറിച്ച് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ആദ്യം വിവർത്തനം ചെയ്തത് ഡോ. K.S. മണിലാൽ ആണ്. കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രമായി 1989 ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ആൻജിയോസ് ടാക്സോണമി IAAT സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ഡോ. K.S. മണിലാൽ ആണ്. സസ്യവർഗീകരണ ശാസ്ത്രത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി 2003 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഡോ. മണിലാലിന് E.K. ജാനകിയമ്മാൾ പുരസ്കാരം സമ്മാനിച്ചു. 2020 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു. ഡച്ച് രാജ്ഞി ബിയാട്രിക്സിൻ്റെ ശുപാർശ പ്രകാരം നൽകുന്ന നെതർലൻഡിൻ്റെ ഉന്നത സിവിലിയൻ പുരസ്കാരമായ ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നൗസൗവിന് 2012 അർഹനായി. ഈ പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരനാണ് മണിലാൽ. ഇവയിൽ 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? എ. ഇന്തോനേഷ്യ, ബി. അർജന്റീന, സി. മ്യാൻമാർ, ഡി. പാകിസ്ഥാൻ. ഉത്തരം എ. ഇന്തോനേഷ്യ. 2024 ജനുവരിയിൽ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളായി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി 2006 രൂപീകൃതമായ സംഘടനയാണ് ബ്രിക്. 2010 ദക്ഷിണാഫ്രിക്ക അംഗമായതോടെ ബ്രിക് രാജ്യങ്ങൾ ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. 2009 ആദ്യ ബ്രിക് ഉച്ചകോടി നടന്നത് റഷ്യയിലെ യെക്കാറ്റെരിൻബർഗിലാണ്. 2025 17ാം ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ്. റഷ്യയിലെ കസാൻ ആയിരുന്നു 2024 ഉച്ചകോടിയുടെ വേദി. 2023 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലാണ് നടന്നത്. 2024 ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയ ഭാഷകളിൽ പെടാത്തത് ഏത്? എ. ഗുജറാത്തി, ബി. മറാത്തി, സി. പാലി, ഡി. ബംഗാളി. ഉത്തരം എ. ഗുജറാത്തി. മറാത്തി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകൾക്കാണ് 2024 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. ഇതോടെ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11 തമിഴാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. 2013 മെയ് 23 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. തമിഴ് 2004, സംസ്കൃതം 2005, തെലുങ്ക്, കന്നഡ 2008, മലയാളം 2013, ഒഡിയ 2014 ഭാഷകൾക്കാണ് നേരത്തെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത്.
2024 പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ KCL ജേതാക്കളായത് ആര്? എ. ഏരീസ് കൊല്ലം സെയിലേഴ്സ്, ബി. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, സി. ട്രിവാൻഡ്രം റോയൽസ്, ഡി. തൃശൂർ ടൈറ്റൻസ്. ഉത്തരം എ. ഏരീസ് കൊല്ലം. 6 ടീമുകൾ മത്സരിച്ച ടൂർണമെൻറ്റിൽ റണ്ണറപ്പ് ആയത് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആണ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ സീസൺ 2024 സെപ്റ്റംബർ 2-നാണ് ആരംഭിച്ചത്. മോഹൻലാൽ ആണ് കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, തൃശൂർ ടൈറ്റൻസ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, ആലപ്പി റിപ്പിൾസ് എന്നിവയാണ് ലീഗിലെ 6 ടീമുകൾ. കേരള താരം സച്ചിൻ ബേബിയാണ് ടൂർണമെൻറ്റിൽ ജേതാക്കളായ കൊല്ലം സെയിലേഴ്സിൻ്റെ ക്യാപ്റ്റൻ. ട്രിവാൻഡ്രം റോയൽസ് താരം MS അഖിലാണ് ഏറ്റവും അധികം ലേലത്തുക ലഭിച്ച താരം. 7.4 ലക്ഷം രൂപയ്ക്കാണ് ട്രിവാൻഡ്രം റോയൽസ് അഖിലിനെ സ്വന്തമാക്കിയത്. 7 ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ 7 കൊടുമുടികൾ കയറിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ആരാണ്? എ. കാമ്യ കാർത്തികേയൻ, ബി. അരുണിമ സിൻഹ, സി. മലാവത് പൂർണ്ണ, ഡി. നതാലിയ ഗ്രോസ്മാൻ. ഉത്തരം എ. കാമ്യ കാർത്തികേയൻ. പിതാവ് കമാൻഡർ S. കാർത്തികേയനൊപ്പം അന്റാർട്ടിക്കയിലെ വിൻസെൻ്റ് കൊടുമുടി കീഴടക്കിയാണ് കാമ്ര പുതിയ റെക്കോർഡിട്ടത്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ പർവ്വതം, യൂറോപ്പിലെ എൽബ്രൂസ് പർവ്വതം, ഓസ്ട്രേലിയയിലെ കോസിയൂസ്കോ, തെക്കേ അമേരിക്കയിലെ അക്കോൻകാഗോ, വടക്കേ അമേരിക്കയിലെ ഡെനാലി, ഏഷ്യയിലെ എവറസ്റ്റ് എന്നിവയും കാമ്ര കീഴടക്കിയിരുന്നു. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ സത്യദീപ് ഗുപ്തയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം: എ. 85 വയസ്സ്, ബി. 80 വയസ്സ്, സി. 60 വയസ്സ്, ഡി. 62 വയസ്സ്. ഉത്തരം എ. 85 വയസ്സ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുമുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്, സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് അറിയാൻ സഹായകമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC നൗ യുവർ കാൻഡിഡേറ്റ് ആപ്പ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്ന് വിക്ഷേപിച്ച സ്വകാര്യ റോക്കറ്റ് ഏത്? എ. അഗ്നിബാൺ, ബി. വിക്രം S, സി. കെയ്റോസ്, ഡി. അറ്റ്ലസ് V. ഉത്തരം എ. അഗ്നിബാൺ. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ സോർട്ടഡ് സബ് ഓർബിറ്റൽ ടെക് ഡെമോൺസ്ട്രേറ്റർ. എയ്റോസ്പേസ് എഞ്ചിനീയർമാരായ ശ്രീനാഥ് രവിചന്ദ്രനും SPM മോയിനും ചേർന്ന് 2017 സ്ഥാപിച്ച കമ്പനിയാണ് അഗ്നികുൽ കോസ്മോസ്. റോക്കറ്റ് വിക്ഷേപണത്തിൽ വിജയം നേടിയ രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയാണിത്. ഒറ്റഘട്ടം മാത്രമുള്ള വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ. 2022 നവംബറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് കമ്പനി വിക്രം S എന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 1. മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ് ആസ്ഥാനം. 2. 1935 ഏപ്രിൽ 1-നാണ് RBI സ്ഥാപിതമായത്. 3. RBIയുടെ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. എ. 1ഉം 2ഉം, ബി. 2ഉം 3ഉം, സി. 1ഉം 3ഉം, ഡി. 1, 2, 3ഉം. ഉത്തരം എ. 1ഉം 2ഉം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകരിച്ചത്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയത്.
1935 ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത്. 5 കോടി രൂപയായിരുന്നു റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം. 1949 ജനുവരി 1-ന് റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചു. ഇന്ത്യയിൽ പണവ്യാപാരത്തിൻ്റെ കേന്ദ്രമായ റിസർവ് ബാങ്കിനാണ് ദേശീയ കരുതൽ ധനത്തിൻ്റെ സൂക്ഷിപ്പ് ചുമതല. ഓസ്ബോൺ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ. CD ദേശ്മുഖ് ആണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണറായിരുന്നത് ബെനഗൽ രാമറാവു ആണ്. റിസർവ് ബാങ്ക് ഗവർണറായ ശേഷം പ്രധാനമന്ത്രിയായത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. റിസർവ് ബാങ്ക് ഗവർണറെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. എന്നാൽ 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇന്ത്യയുടെ 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ 2012-2017 പ്രധാന ആശയം ഇവയിൽ ഏതാണ്? A. ഗരീബി ഹഠാവോ. B. വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. C. സാമൂഹിക നീതിയും സമത്വവുമുള്ള വളർച്ച. D. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വ്യവസായ വികസനവും. ഉത്തരം B. വേഗമേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, സുസ്ഥിര വളർച്ച എന്നിവയായിരുന്നു 2012-17 കാലഘട്ടത്തിൽ നടപ്പാക്കിയ 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 9% സാമ്പത്തിക വളർച്ച നിരക്കാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. മുൻ USSRന്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകി വന്നിരുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. 1951-1956 ആയിരുന്നു 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. കൃഷി, ജലസേചനം എന്നിവയ്ക്കായിരുന്നു ഈ പദ്ധതിയിൽ ഊന്നൽ. കൂടാതെ ജലവൈദ്യുത പദ്ധതികൾക്കും ഗതാഗതത്തിനും പ്രാമുഖ്യം നൽകി. ബക്ര, ഹിരാക്കുഡ്, മേട്ടൂർ, ദാമോദർ വാലി അണക്കെട്ടുകൾ നിർമ്മാണം ആരംഭിച്ചത് 1-ാം പദ്ധതിക്കാലത്താണ്. 1956-1961 കാലഘട്ടത്തിൽ നടപ്പാക്കിയ 2-ാം പഞ്ചവത്സര പദ്ധതി PC മഹലനോബിസ് മുന്നോട്ട് വച്ച മാതൃകയിലായിരുന്നതിനാൽ മഹലനോബിസ് പ്ലാൻ എന്നറിയപ്പെടുന്നു. ദേശീയ വരുമാനം 25% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 2-ാം പദ്ധതി വ്യവസായ മേഖലയ്ക്ക് ഊന്നൽ നൽകിയുള്ളതായിരുന്നു. ഇക്കാലത്താണ് ഇന്ത്യയിലെ 3 പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ നിർമ്മിച്ചത്. ബ്രിട്ടീഷ് സഹായത്തോടെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച ദുർഗാപൂർ ഉരുക്കുശാല, റഷ്യൻ സഹായത്തോടെ ഇന്നത്തെ ഛത്തീസ്ഗഡിൽ നിർമ്മിച്ച ഭിലായ് ഉരുക്കുശാല, ജർമ്മൻ സഹായത്തോടെ ഒഡീഷയിൽ നിർമ്മിച്ച റൂർക്കേല ഉരുക്കുശാല എന്നിവയാണവ. 1962-ൽ ചൈനയുമായുണ്ടായ യുദ്ധം 1961-1966 കാലഘട്ടത്തിലെ 3-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം നേടാൻ തടസ്സമായി. 1966-1969 കാലത്ത് വാർഷിക പദ്ധതികളാണ് ഇന്ത്യയിൽ നടപ്പാക്കിയത്. പാകിസ്ഥാനുമായുള്ള സംഘർഷവും വരൾച്ചയും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും മറ്റുമാണ് ഇതിന് കാരണം. 1969-1974 കാലഘട്ടത്തായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതി. 1971-ലെ ഇന്ത്യ-പാക് യുദ്ധം, ബാങ്ക് ദേശസാൽക്കരണം, ആദ്യത്തെ അണുപരീക്ഷണം എന്നിവയെല്ലാം 4-ാം പദ്ധതിക്കാലത്തായിരുന്നു. 1974-1979 കാലഘട്ടത്തിലെ 5-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടി ആരംഭിച്ചത്. ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതും 5-ാം പദ്ധതിക്കാലത്താണ്. 1978 മൊറാർജി ദേശായി സർക്കാർ 5-ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു. 1978-79 കാലഘട്ടത്തിൽ റോളിംഗ് പ്ലാൻ പ്രഖ്യാപിച്ചു. 1980-1985 കാലഘട്ടത്തിലെ 6-ാം പഞ്ചവത്സര പദ്ധതിയുടെ പരമമായ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. 5.2% സാമ്പത്തിക വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട പദ്ധതി ലക്ഷ്യം മറികടന്ന് 5.3% വളർച്ച നേടി. 1985
1990 കാലഘട്ടത്തിലെ 7ാം പഞ്ചവത്സര പദ്ധതി ദ്രുതഗതിയിലുള്ള ഭക്ഷ്യധാന്യ ഉൽപ്പാദന വളർച്ച, തൊഴിലവസരം വർദ്ധിപ്പിക്കൽ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതായിരുന്നു. 1990, 1991, 1991, 1992 കാലഘട്ടത്തിൽ വാർഷിക പദ്ധതികളാണ് നടപ്പാക്കിയത്. പുത്തൻ സാമ്പത്തിക നയം അവതരിപ്പിച്ചത് ഇക്കാലത്താണ്. 1992, 1997 കാലഘട്ടത്തിലെ 8ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം കൂടി. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണമായിരുന്നു ഈ പദ്ധതിയുടെ മുഖമുദ്ര. 1997, 2002 കാലഘട്ടത്തിൽ 9ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കി. സ്വാതന്ത്ര്യത്തിൻ്റെ 50ാം വർഷത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. 7 അടിസ്ഥാന സംവിധാനങ്ങൾക്ക് ഈ പദ്ധതി ഊന്നൽ നൽകി. കുടിവെള്ളം, പ്രാഥമികാരോഗ്യം, സാർവത്രിക പ്രൈമറി വിദ്യാഭ്യാസം, ദരിദ്രർക്ക് ഭവനം, കുട്ടികൾക്ക് പോഷകാഹാരം, ദരിദ്രർക്ക് മെച്ചപ്പെട്ട പൊതുവിതരണ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ എന്നിവയാണവ. 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് കേരള സർക്കാർ നടപ്പാക്കിയ ആസൂത്രണ നിർവഹണ പ്രക്രിയ ജനകീയാസൂത്രണം എന്നറിയപ്പെടുന്നു. 2002, 2007 കാലഘട്ടത്തിൽ നടപ്പാക്കിയ 10ാം പഞ്ചവത്സര പദ്ധതി 8% സാമ്പത്തിക വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ഇക്കാലത്ത് 7.8% സാമ്പത്തിക വളർച്ച നേടി. 10ാം പഞ്ചവത്സര പദ്ധതി കേരള വികസന പദ്ധതി എന്ന പേരിലാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. 2007, 2012 കാലഘട്ടത്തിൽ നടപ്പാക്കിയ 11ാം പഞ്ചവത്സര പദ്ധതിയിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. ആഭ്യന്തര ഉൽപ്പാദന വളർച്ചാ നിരക്ക് 9% വർദ്ധിപ്പിക്കുക. കാർഷിക മേഖലയിൽ 4% വളർച്ച നേടുക. 7 കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുക. രാജ്യത്തിൻ്റെ വനവിസ്തൃതി 5% വർദ്ധിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു 11ാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കാനും ദാരിദ്ര്യം കുറയ്ക്കാനും മാതൃമരണ നിരക്ക് കുറയ്ക്കാനും സ്ത്രീ പുരുഷ അനുപാതം ഉയർത്താനും ഈ പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കലിഗ്രഫർ ആരാണ്? എ. പ്രേം ബിഹാരി നരേൻ റൈസാദ, ബി. രാം പ്രസാദ്, സി. NB ഗാഡ്ഗിൽ, ഡി. നന്ദലാൽ ബോസ്. ഉത്തരം എ. പ്രേം ബിഹാരി നരേൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടന കൈകൊണ്ട് എഴുതിയ കലിഗ്രഫർ എന്ന നിലയിലാണ് ഇന്ത്യൻ കാലിഗ്രാഫർ ആയിരുന്ന പ്രേം ബിഹാരി നരേൻ റൈസാദ ശ്രദ്ധേയനായത്. ഒഴുകുന്ന ഇറ്റാലിക് ശൈലിയിൽ അദ്ദേഹം എഴുതിയതാണ് യഥാർത്ഥ ഭരണഘടന. ഇത് പൂർത്തിയായപ്പോൾ കൈയെഴുത്തു പ്രതിക്ക് 251 പേജുകളും 3.75 കിലോഗ്രാം ഭാരവുമുണ്ടായിരുന്നു. യഥാർത്ഥ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പിൻ്റെ കാലിഗ്രഫി നിർവഹിച്ചത് വസന്ത് കൃഷ്ൺ വൈദ്യയാണ്.